നമസ്കാരം, ഞാൻ രതീഷ് രാജൻ. നമ്മളെല്ലാം ക്ഷേത്രങ്ങളിൽ ദീപാരാധന തൊഴാറുണ്ടാവും. ദൈവപൂജകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദീപാരാധന. താന്ത്രികവും വൈദികവുമായ കർമ്മങ്ങളെ കൊണ്ട് ദേവൻ്റെ ചൈതന്യത്തെ ഏറ്റവും അധികം വർദ്ധിപ്പിക്കുന്ന ഒരു ക്രിയ കൂടിയാണ് ദീപാരാധന. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദീപങ്ങൾ കൊണ്ടുള്ള ആരാധനയാണ് ദീപാരാധന. ദേവനെ ദീപം കൊണ്ട് ആരാധിക്കുന്നതാണ് ദീപാരാധന. തട്ടുവിളക്ക്, പർവ്വത വിളക്ക്, ഏകാംഗ വിളക്ക്, നാഗപ്പത്തി വിളക്ക് തുടങ്ങിയ വിളക്കുകൾ ഉപയോഗിച്ച് അത്തരം വിളക്കുകൾ കൊണ്ട് ദേവനെ അപാദചൂടം ഒഴിഞ്ഞ് ആരാധിക്കുന്നതാണ് ദീപാരാധന. ആ ദേവനെ അങ്ങനെ വിളക്കുകൊണ്ട് ദീപം കൊണ്ട് ഒഴിഞ്ഞതിന് ശേഷം കർപ്പൂരത്തിൽ പൂ ഒഴിഞ്ഞ് ദേവൻ്റെ പാദത്തിൽ സമർപ്പിക്കുന്നതോടുകൂടിയാണ് ദീപാരാധന പൂർണ്ണമാകുന്നത്. നമുക്ക് സാധാരണ വൈകുന്നേരങ്ങളിൽ സന്ധ്യാസമയത്ത് തൊഴുന്ന ദീപാരാധന തൊഴുന്നത് മാത്രമായിരിക്കും നമുക്കൊരു പക്ഷേ അറിയുള്ളൂ. പക്ഷേ എന്നാൽ അത് മാത്രമല്ല, ഒരു ക്ഷേത്രത്തിൽ 7 സമയത്ത് ദീപാരാധന നടക്കുന്നുണ്ട്. 7 വ്യത്യസ്തമായ സമയങ്ങളിലാണ് ദീപാരാധന നടക്കുന്നത്. അതിലേറ്റവും പ്രധാനം സന്ധ്യാസമയത്തുള്ള ദീപാരാധന ആയതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും അധികം നമുക്കറിയുന്നത് ആ സമയത്തുള്ള ദീപാരാധനയാണ്. ഈ 7 വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളിൽ നടക്കുന്ന ദീപാരാധനകൾക്കും ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫലങ്ങളാണ് ഉള്ളത്. ഏറ്റവും ആദ്യത്തെ ദീപാരാധന നടക്കുന്നത് അലങ്കാര പൂജ ദീപാരാധനയാണ്. ആദ്യമേ തന്നെ ക്ഷേത്രത്തിൽ ദേവനെ അഭിഷേകം ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു നിവേദ്യമോ അല്ലെങ്കിൽ തിരുമധുരമോ ഒക്കെ നിവേദിച്ചതിന് ശേഷമുള്ള ദീപാരാധന, അതിനെയാണ് അലങ്കാര പൂജ ദീപാരാധന എന്ന് പറയുക. ഈ ദീപാരാധന തൊഴുതാൽ നമ്മുടെ പൂർവ്വജന്മത്തിൽ നമ്മുടെ മുൻജന്മ ദോഷങ്ങളെല്ലാം ഇല്ലാതെയാകും എന്നാണ് വിശ്വാസം. അതിനുശേഷം രണ്ടാമത് വരുന്ന ദീപാരാധനയാണ് ഉഷപൂജ ദീപാരാധന. ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും ആദ്യത്തെ പൂജയാണ് ഉഷപൂജ. ക്ഷേത്രങ്ങളിൽ സാധാരണ 5 പൂജകളാണുള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തെ പൂജയാണ് ഉഷപൂജ. ഈ ഉഷപൂജ സമയത്തുള്ള ദീപാരാധന തൊഴുതാൽ വിദ്യാസംബന്ധമായിട്ടുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി, അതുപോലെ തന്നെ കർമ്മസംബന്ധമായിട്ടുള്ള ജോലി ലഭിക്കുക, കർമ്മസംബന്ധമായിട്ടുള്ള പുരോഗതിയൊക്കെയാണ് ഉഷപൂജ ദീപാരാധന തൊഴുതാലുള്ള ഫലം. അടുത്തത് ഏതൃത്വ പൂജ ദീപാരാധനയാണ്. ഉഷപൂജ കഴിഞ്ഞാൽ പിന്നെ അടുത്ത രണ്ടാമത്തെ പൂജയാണ് ഏതൃത്വ പൂജ. ക്ഷേത്രത്തിലെ രണ്ടാമത്തെ പൂജയാണ് ഏതൃത്വ പൂജ. ഏതൃത്വ പൂജ ദീപാരാധന തൊഴുതാൽ രോഗശാന്തി, അതുപോലെ തന്നെ ആരോഗ്യസിദ്ധി, ഇതാണ് ഏതൃത്വ പൂജയിലുള്ള ദീപാരാധന തൊഴുതാലുള്ള ഫലം. അടുത്തത്